മാതാ അമൃതാനന്ദമയി ഈ അമ്മയുടെ ജന്മദിനം 72ാം ജന്മദിനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എൻ്റെ മുമ്പിൽ 72, 71, 100 എല്ലാം തുല്യമാണ്. കാരണം ആരും വലിയധികം അമ്മയെ അറിയാതിരുന്ന കാലം മുതൽ ഈ അമൃതപുരി ഞാൻ വരാറുണ്ട്. ഒരു 82 കാലഘട്ടം മുതൽ ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുക. എല്ലാ കൊല്ലം വരാറുണ്ട്, അമ്മയെ കാണാറുണ്ട്, അമ്മയുടെ അനുഗ്രഹം വാങ്ങാറുമുണ്ട്. സത്യത്തിൽ ലോകത്തിലെ അമ്മയെന്ന് വേണ്ട പറയാൻ, ലോക ജനതയുടെ അമ്മയാണ് മാതാ അമൃതാനന്ദമയി ദേവി, ഒരു സംശയം വേണ്ട. 72ാം ജന്മദിനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സന്തോഷം, അതായത് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും മനുഷ്യരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ സന്തോഷം കാണാം, മനസ്സിലായില്ലേ? ആ സന്തോഷം അമ്മയൊന്ന് കാണുക. അമ്മ കെട്ടിപ്പിടിക്കുന്നു, ചെവിയിലോട്ട് പറയുന്നു, എല്ലാവരും പറയും എന്തോ ചെവി പറയുന്നു. ഉമ്മയ്ക്കല്ല, സത്യത്തിൽ കെട്ടിപ്പിടിച്ച് ശിവശിവാന്ന എൻ്റെ ചെവി പറഞ്ഞു. ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു. എല്ലാ പ്രാവശ്യവും ശിവശിവാന്ന ഞാൻ കേട്ടത്. അതേടെ ഒരു പ്രാർത്ഥനയും ഐശ്വര്യവും ഗുണവും എല്ലാം ജനങ്ങൾക്ക് ലോക സമാധാനത്തിനുണ്ടാവട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സർക്കാരിൻ്റെ ആദരവ് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. എന്നാന്ന് ചോദിച്ചാൽ അത് സർക്കാരിന് വേണ്ടി ഒരു മൂന്നാം കട മന്ത്രിയാണ് ഇങ്ങോട്ട് വിട്ടത്. അത് പോരായിരുന്നു, മുഖ്യമന്ത്രി തന്നെ വരേണ്ടതായിരുന്നു. കാരണം മുഖ്യമന്ത്രി ശബരിമലയുടെ പേരും പറഞ്ഞ് അവിടെ പോയി കച്ചവടം നടത്തിയില്ല. ആൾ കൂടിയില്ല, വിശ്വാസികളായും ചെന്നില്ലെങ്കിൽ ആളാണ്. അങ്ങനെ പോകാൻ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അമ്മയെ വന്ന് കാണാൻ പാടില്ല? അയാൾ വന്ന് അത് ആഘോഷം കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഒരു കാര്യം ഇരിക്കണം, ലോകത്ത് ഇന്ന് വരെ ഒരു വ്യക്തിക്ക് സാധിക്കാത്ത കാര്യമാണ് UN അസംബ്ലിയിൽ പോയി തൻ്റെ ഭാഷയിൽ, അതാണ് മാതൃഭാഷ സംസാരിക്കുക. എന്തൊരു വലിയ സംഭവമാണ്. ഞാൻ പറയാം, അമ്മ എന്ന് പറയുന്നത് ലോകത്തിലൊരു അത്ഭുതമാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരു സംശയം വേണ്ട. ആ അത്ഭുതം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ഒരു എളിയ വിശ്വാസിയാണ് ഞാൻ. ഓക്കെ.